വീര്യം കുറഞ്ഞ മദ്യത്തിന് ഡെഫിനിഷൻ നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് കുറിപ്പ് നൽകിയത് എം വി ഗോവിന്ദനാണ്. കേരളത്തിലെ എല്ലാ ഭരണകൂടങ്ങളുമായും വലിയ ആത്മബന്ധം സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഈ മദ്യ കച്ചവടത്തിൻ്റെ ലോബികൾ എന്ന് പറയുന്നത്. LDF സർക്കാർ ഭരിക്കുമ്പോൾ മദ്യം പോഷകാഹാരവും, UDF സർക്കാർ ഭരിക്കുമ്പോൾ അത് വിഷവും. അപ്പോൾ ശരിക്കും VD സതീശൻ്റെ ഒരു എടുത്തു ചാട്ടം എന്ന് തന്നെ പറയാം. കേരളത്തിലെ എക്സൈസ് വകുപ്പ് മന്ത്രിമാരുടെ ചരിത്രത്തിലെ ഏറ്റവും മിടുക്കനായിട്ടുള്ള മന്ത്രിയായിരിക്കും എം ലിജു. അതിൽ ഒരു തർക്കവും വേണ്ട. സാഹചര്യം ചോദിച്ചവർക്കൊക്കെ ബാറുകൾ കൊടുത്തു. മദ്യം വിഷമാണ് എന്നാണ് പറയാറുള്ളത്. പക്ഷേ UDFനെ സംബന്ധിച്ചിടത്തോളം അത് വിഷമം കൂടിയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന് ശേഷം ഇതാ നല്ല രീതിയിൽ കുതിച്ചു ചാട്ടം നടത്തിയ VD സതീശൻ സർക്കാരിന് ആ നല്ല പോക്കിന് തടയിട്ടു ഈ മദ്യം എന്ന് തോന്നുന്നുണ്ടോ? LDF സർക്കാർ ഭരിക്കുമ്പോൾ മദ്യം പോഷകാഹാരവും, UDF സർക്കാർ ഭരിക്കുമ്പോൾ അത് വിഷവും സാമൂഹ്യ വിപത്തുമായിട്ട് മാറുന്ന ഒരു ചർച്ചയാണ് കേരള നിയമസഭയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ കേരളത്തിൻ്റെ ഈ ബിവറേജുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, ആൽക്കഹോളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ചരിത്രം പരിശോധിക്കുന്നത് ഈ ചർച്ചകൾ ഇത്രയും സമഗ്രമായി നടക്കുന്ന ഒരു ഘട്ടത്തിൽ വളരെ നല്ലതാണ്. പലരും ചരിത്രമറിയാതെയാണ് പല കാര്യങ്ങളിലും ഇപ്പോൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ലേറ്റസ്റ്റായി കിട്ടുന്ന ഒരു വിഷയത്തിൻ്റെ മുകളിൽ പൊടുന്നനവേ ഒരു ചർച്ച കൊണ്ടുവന്ന് അതിനെ ട്വിസ്റ്റ് ചെയ്യിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെയാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 1980കളിൽ കേരളത്തിൽ മദ്യം എന്ന് പറയുന്നത്, അതായത് സ്വദേശി മദ്യം എന്ന് പറയുന്നത് ഇവിടുത്തെ സ്പിരിറ്റ് ലോബികളുടെയും മദ്യ മാഫിയ സംഘങ്ങളുടെയും കയ്യിലായിരുന്നു. കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലുകയും വ്യാജ മദ്യ നിർമ്മിതികൾ ധാരാളമായി ഉണ്ടാവുകയും ചെയ്ത ഒരു കാലഘട്ടം കൂടിയാണ് ആ കാലഘട്ടം. അന്ന് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു തുള്ളി മദ്യം കടിക്കാത്ത, മദ്യത്തിനെതിരായി ധീരമായ നിരവധി പോരാട്ടങ്ങൾ നയിച്ചിരുന്ന കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ശ്രീ K. കരുണാകരൻ 1984 ഈ മദ്യവ്യാപന നിയന്ത്രണത്തിനും മദ്യത്തിൻ്റെ ഉൽപ്പാദനവും വിതരണവും സർക്കാർ മേഖലയിലേക്ക് കൊണ്ടുവരുന്നതിനും വേണ്ടി ബെവ്കോ ആരംഭിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള സ്റ്റേറ്റ് ബീവറേജസ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു ലിമിറ്റഡ് ഗവൺമെൻറ്റിൻ്റെ അധീനതയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു കമ്പനി രൂപീകരിച്ച് പ്രവർത്തിച്ചത്. അപ്പോൾ അത് പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അതായത് അതിലേറ്റവും പ്രധാനം IMFL, ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, ദാറ്റ് ഷുഡ് ബി അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. അത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിരുന്നു. മറ്റൊന്ന്, ഈ മദ്യമാഫിയ സംഘങ്ങൾ ഇത്രയും സുഖകരമായിട്ട് വിലസുമ്പോഴും റവന്യൂ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് എക്സൈസ് നികുതി സമഗ്രമായി കളക്ട് ചെയ്യപ്പെടണം എന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഒരു കാലഘട്ടത്തിലും മോശമായ മദ്യം കേരളത്തിൽ ലഭ്യമാകാൻ പാടില്ല, വിഷമദ്യ ദുരന്തങ്ങൾ കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട അജണ്ടയായിരുന്നു. അതുപോലെ തന്നെ ലിക്കർ ട്രേഡിംഗ്, അതായത് മദ്യത്തിൻ്റെ കച്ചവടം, ട്രേഡിംഗ്, അത് പരിപൂർണമായും സർക്കാരിൻ്റെ അധീനതയിൽ. ഈ 4 പ്രധാനപ്പെട്ട പോയിന്റുകൾ വെച്ചുകൊണ്ടാണ് ശ്രീ K. കരുണാകരൻ ബെവ്കോ കേരളത്തിൽ ആരംഭിച്ചത്. ആ ബെവ്കോ തന്നെയാണ് ഇപ്പോൾ രൂപാന്തരം പ്രാപിച്ച് ഈ 2026 നിൽക്കുന്നത്. 84 കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഓർമ്മിക്കേണ്ടത് 91 മുതൽ 2006 വരെയുള്ള ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലാണ് ഏറ്റവും ശക്തമായിട്ട് ഈ ഈ മദ്യം നിരോധിക്കാനുള്ള ശ്രമകരമായ പ്രവർത്തനങ്ങൾ ഉണ്ടായത്. പ്രത്യേകിച്ച് ശ്രീ AK ആൻ്റണി കേരളത്തിൻ്റെ 96 മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് ചാരായ നിരോധനം എന്ന് പറയുന്ന വിപ്ലവകരമായിട്ടുള്ള ഒരു പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കിയത്. പക്ഷെ നിർഭാഗ്യവശാൽ ചാരായ നിരോധനം കേരളത്തിന് ദോഷകരമായി ഭവിച്ചു. കാരണം ഈ മദ്യമാഫിയ സംഘങ്ങൾ അന്തർ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഘങ്ങളെല്ലാം വ്യാജമദ്യം കേരളത്തിൽ സുലഭമായി വിതരണം ചെയ്തു. ഇതിനെ നിയന്ത്രിക്കാൻ പോലീസിനും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനും കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഇത്തരം മാഫിയ സംഘങ്ങൾക്ക് കുടപിടിക്കുന്ന സമീപനം അറിഞ്ഞോ അറിയാതെയോ കേരളത്തിലെ എക്സൈസ് പോലീസ് വിഭാഗങ്ങൾ കൈകാര്യം ചെയ്തതോടുകൂടി കേരളത്തിൽ മദ്യവിപണിക്ക് വലിയ ഒരു ദോഷം തന്നെ സംഭവിച്ചു എന്ന് പറയാം.
പിന്നീട് മദ്യം കേരളത്തിൽ എപ്പോഴാണ് ഏറ്റവും വലിയ ചർച്ചാ വിഷയമായത്? 2014 കാലഘട്ടത്തിലാണ്. ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് മദ്യനയത്തിൽ ഒരു വലിയ മാറ്റം വരുത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങൾ വരുന്നത്. ഇന്ന് ഇതേ നിലപാട് സ്വീകരിച്ച ശ്രീ വി.എം. സുധീരൻ അന്ന് പക്ഷേ അന്ന് ഇപ്പോൾ പവി സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ കൂടിയായിരുന്നു. ഒരേ വേദിയിൽ ഒരുമിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദത്തിലും KPCC പ്രസിഡന്റ് പദവിയിലും ഇരുന്ന പഴയ എ ഗ്രൂപ്പുകാരായിട്ടുള്ള രണ്ടുപേർ തമ്മിൽ പണ്ടെങ്ങോ ഉണ്ടായ പൂർവ്വകാല വൈരാഗ്യത്തിൻ്റെ സ്മരണകൾ ഇരമ്പുന്ന ഒരു കാലമായി അത് മാറി എന്ന് കേരളത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടു. ഉമ്മൻചാണ്ടിയോട് 300 ചില്ലാനും ആ ബാറുകൾ പൂട്ടാൻ വി.എം. സുധീരൻ ആവശ്യപ്പെട്ടു. ഉമ്മൻചാണ്ടി 700 ചില്ലാനും ബാറുകളും പൂട്ടിക്കൊണ്ട് പകരം വീട്ടി. എക്സൈസ് മന്ത്രി ബാബു തന്നെ അത്ഭുതപ്പെട്ടു എന്ന് പറയുന്നു. അതെ. അപ്പോൾ അതുകൂടാതെ വലിയ അഴിമതി ആരോപണങ്ങൾ ആ കാലഘട്ടത്തിൽ ഉയർന്നു കേട്ടു. ആ ഉയർന്നു കേട്ടപ്പോൾ അത് ശക്തമാകാനുള്ള കാരണം പാർട്ടിക്കകത്ത് നിന്ന് തന്നെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ തന്നെ അതിൻ്റെ കുന്തമുനയായി നിന്നു എന്നുള്ളത് കൊണ്ടാണ്. സ്വാഭാവികമായും ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലുണ്ടായ ഈ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് ഉമ്മൻചാണ്ടിയുടെ സർക്കാർ തന്നെ താഴെ പോയി. ഏറ്റവും വലിയ വിവാദങ്ങളിലൊന്ന് മറ്റ് കേസുകളെക്കാളും ബന്ധപ്പെട്ടിട്ട് ബാർക്കോഴ വിഷയം കത്തി നിന്ന ഒരു കാലമായിരുന്നു അത്. അപ്പോൾ 2014 സംഭവിച്ചത് അതാണ്. 2014 ഇത്തരം ബാറുകളെല്ലാം പൂട്ടിയതിന് ശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരികയാണ്. 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നതിന് ശേഷം അടച്ചുപൂട്ടിയ ബാറുകൾ തുറന്നു കൊടുക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ 813 ബാറുകൾ തുറന്നു കൊടുക്കുക. അതായത് 5 സ്റ്റാർ കാറ്റഗറിയിൽ മാത്രമുണ്ടായിരുന്ന ബാർ ലൈസൻസിങ് 3 സ്റ്റാർ ഉൾപ്പെടെയുള്ള ഹോട്ടലുകൾക്ക് കൊടുക്കാൻ വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിക്കുന്നു. ഈ ഭരണം അവസാനിക്കുമ്പോഴേക്കും 813 എന്നുള്ളത് 893 ബാറുകളായി കേരളത്തിൽ യഥേഷ്ടം ബാറുകൾ തുറക്കപ്പെടുന്ന ഒരു സാഹചര്യം ചോദിച്ചവർക്കൊക്കെ ബാറുകൾ കൊടുത്തു. അതിനേക്കാളും ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. 3 വിഭാഗങ്ങളാണ് കേരളത്തിൽ മദ്യത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത്. ഒന്ന് ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കർ കമ്പനികളാണ്. മറ്റൊന്ന് ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്കർ കമ്പനികളാണ്. മറ്റൊന്ന് കേരളത്തിൽ തദ്ദേശീയമായി നിർമ്മിക്കപ്പെടുന്ന കമ്പനികളാണ്. എല്ലാം കൂടിക്കഴിഞ്ഞാൽ 155 കമ്പനികളാണ് കേരളത്തിലെ ഈ 3000-ലധികം വരുന്ന പ്രോഡക്റ്റുകൾ കേരളത്തിലെ ഈ 300 ചില്ലാനും ബീവറേജ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുകളിലും അതുപോലെ തന്നെ കേരളത്തിലെ 899 ബാറുകളിലും വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കമ്പനികളിൽ ഈ പറയുന്ന ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്കർ എന്ന് പറയുന്നതാണല്ലോ വമ്പൻ കച്ചവടം. ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ ഈ നിയമസഭയിൽ സൂചിപ്പിച്ചതുപോലെ ശിവാശ്രീകൾ ഉൾപ്പെടെയുള്ള വിദേശ മദ്യങ്ങൾ, ആ വിദേശ മദ്യങ്ങൾക്ക് വാതിൽ തുറന്നു കൊടുത്തത് LDF ആണ്. 19 കമ്പനികളാണ് അങ്ങനെ കേരളത്തിൽ വന്ന് വിദേശ നിർമ്മിതമായിട്ടുള്ള വിദേശ ലിക്കർ കേരളത്തിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കർ ഈ മേഖലയിൽ 17-ലധികം കമ്പനികൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നു. 2025 കണക്കാണ് ഞാൻ പറയുന്നത്. ഈ കമ്പനികൾ കേരളത്തിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇവർക്ക് ഏകദേശം 147-ലധികം പ്രോഡക്റ്റുകൾ അവർ കേരളത്തിൽ വിതരണം ചെയ്യുന്നു. അതുപോലെ തന്നെ കേരളത്തിൽ മാത്രം ഏകദേശം 19 കമ്പനികളുണ്ട്. അതിൽ 2 കമ്പനികളാണ് പൊതുമേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആ 2 കമ്പനികൾ എന്ന് പറയുന്നത് ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസും മലബാർ ഡിസ്റ്റിലറീസ് ലിമിറ്റഡ് എന്ന് പറയുന്ന 2 കമ്പനികളാണ്. ഈ കമ്പനികളാണ് ജവാൻ ഇടയ്ക്കിടയ്ക്ക് പൊട്ടുന്നു, ഇടയ്ക്കിടയ്ക്ക് തുറക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കംപ്ലയിൻറ്റ് വന്നിരിക്കുന്നത് മറ്റ് കമ്പനികളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്ര 155 കമ്പനികൾ വിദേശ നിർമ്മിതം, ഇന്ത്യൻ നിർമ്മിത വിദേശം, അതുപോലെ തന്നെ കേരളത്തിലെ തദ്ദേശീയമായിട്ടുള്ള ഇത്തരം അധികം കമ്പനികൾ കേരളത്തിൽ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു സംഭവം എന്താ? നമ്മുടെ കേരളത്തിൻ്റെ ഒരു ടോട്ടൽ റവന്യൂ വരുമാനം എന്ന് പറയുന്നത് ഏകദേശം 1,24,000 കോടി രൂപയാണ്. ഇതിൻ്റെ 25% ഓഫ് ദ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് മദ്യത്തിൽ നിന്നും ലോട്ടറിയിൽ നിന്നാണ് കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ 14,000 കോടി രൂപയിലധികം മദ്യത്തിൻ്റെ റവന്യൂ ആയിട്ട് സംസ്ഥാന സർക്കാരിന് കിട്ടുകയാണ്. 12,000-ലധികം കോടി രൂപയുടെ റവന്യൂ ലോട്ടറിയിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ കേരളത്തിലെ സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സ് എന്ന് പറയുന്നത് പണ്ട് പുരാണങ്ങളിൽ പറയുന്നത് പോലെ മദ്യവും ലോട്ടറിയുമാണ്.
ഈ മദ്യവും ലോട്ടറിയും വിറ്റ് കിട്ടുന്ന 25% എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇതിനകത്ത് നിരവധിയായിട്ടുള്ള അലിഗേഷൻസ് കടന്നുകൂടും. ശരിക്കും ഇപ്പോൾ ഈ മുറവിളി കൂട്ടുന്ന LDF ഈ പറയാൻ എന്തെങ്കിലും ധാർമ്മികതയുണ്ടോ? അല്ലെങ്കിൽ എക്സൈസ് മന്ത്രിമാരായിരുന്ന MV ഗോവിന്ദനും MP രാജേഷും കേരളത്തിലെ മദ്യമേഖല ഇത്രയും താറുമാറാക്കിയ ആ ഒരവസ്ഥയിൽ നിന്ന് അവർക്ക് UDF വിമർശിക്കാൻ അധികാരമുണ്ടോ? ഇപ്പോൾ ഈ പറയുന്ന ബക്കാടി, അതാണല്ലോ വിഷയം. ബക്കാടിയും അനുബന്ധ കമ്പനികളും, അതായത് 0.5% മുതൽ 20% വരെ ആൽക്കഹോൾ കണ്ടന്റുള്ള വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചു എന്നുള്ളതാണല്ലോ ഈ ബജറ്റിലെ ഒരു നിർദ്ദേശവുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ. നമ്മൾ ആലോചിക്കേണ്ടത് 2021 കാലഘട്ടത്തിൽ MV ഗോവിന്ദൻ എന്ന് പറയുന്ന എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ മുമ്പിൽ 12 തവണയാണ് ഈ ഫയൽ വന്നിരിക്കുന്നത്. MP രാജേഷിൻ്റെ മുമ്പിലേക്ക് 6 തവണയാണ് ഈ ഫയൽ വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മന്ത്രിയുടെ മുമ്പിലേക്ക് തുടർച്ചയായി ഫയൽ വന്നുകൊണ്ടിരിക്കുകയും പോവുകയും ചെയ്യുകയാണ്. പിന്നെ ഡെഫിനിഷൻ ഏതിനാ? വീര്യം കുറഞ്ഞ മദ്യത്തിന് ഡെഫിനിഷൻ നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് കുറിപ്പ് നൽകിയത് MV ഗോവിന്ദനാണ്. കേരളത്തിൽ മദ്യമൊഴുക്കാനുള്ള സകല സംഭവങ്ങളും ചെയ്തത് ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ്. നിങ്ങൾ ഓർമ്മിക്കേണ്ടത്, ഒരു ബ്രാൻഡ് നെയിം, ഏത് കേരളം പുതുതായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി പോകുന്ന മദ്യത്തിന് അതിൻ്റെ ബ്രാൻഡ് നെയിം കൊടുക്കാൻ വേണ്ടി പൊതുസമൂഹത്തോട് 10,000 രൂപ സംഭാവന കൊടുത്ത് ആവശ്യപ്പെട്ട ഒരു സർക്കാരാണ്. ആരാ ഈ ലോഗോ കൊടുക്കേണ്ടത്? ആരാ ഈ പേര് കൊടുക്കേണ്ടത്? കേരളത്തിലെ വിദ്യാർത്ഥികളല്ലേ? കേരളത്തിലെ കോളേജ് വിദ്യാർത്ഥികളല്ലേ? കേരളത്തിലെ സാധാരണ ജനങ്ങളല്ലേ? കേരളത്തിലെ സ്ത്രീകളല്ലേ? അപ്പം കേരളത്തിലെ പൊതുസമൂഹത്തിനെ കൊഞ്ഞനം കുത്തുന്ന രീതിയിൽ, ആക്ഷേപിക്കുന്ന രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഉത്തരവാദപ്പെട്ട എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് ഇന്ന് മാധ്യമങ്ങളിൽ വന്നിട്ട് ഈ വാചാടോപം മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്ന MP രാജേഷ് മേഖലയിൽ ഇഷ്ടം പോലെ നടത്തിയ ധിക്കാരപരമായിട്ടുള്ള സമീപനമല്ലേ? എന്താ അദ്ദേഹം വിചാരിച്ചത്? അദ്ദേഹം എന്താ വിചാരിച്ചത് കേരളത്തിലെ പൊതുസമൂഹത്തെക്കുറിച്ച്? കേരളത്തിലെ മദ്യത്തിന് ബ്രാൻഡ് നെയിം കൊടുക്കുന്നവരാണ് കേരളത്തിലെ വിദ്യാർത്ഥികൾ എന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചോ? കേരളത്തിലെ മദ്യത്തിന് പേര് നൽകുന്നവരാണ് കേരളത്തിലെ പൊതുസമൂഹം എന്ന് വിചാരിച്ചോ? കേരളത്തിലെ പൊതുസമൂഹം എന്ന് കരുതുന്നത് MP രാജേഷിൻ്റെ വീട്ടുകാർ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ മാത്രമല്ല, SFIക്കാർ മാത്രമല്ല, DYFIക്കാർ മാത്രമല്ല. ഇവിടെ അമ്പലങ്ങളിൽ പൂജിക്കുന്ന പൂജാരിമാരുണ്ട്, പള്ളികളിൽ പ്രാർത്ഥിക്കുന്ന അച്ഛന്മാരുണ്ട്, അതുപോലെ തന്നെ മുസ്ലിം ദേവാലയങ്ങളിൽ പിന്നെ അതിൻ്റെ കാര്യങ്ങൾ നിർവഹിക്കുന്ന ആളുകളുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാരുണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, അധ്യാപകരുണ്ട്, ഗുരുനാഥന്മാരുണ്ട്. ഇവരോടൊക്കെ കേരളത്തിലെ ഒരു എക്സൈസ് വകുപ്പ് മന്ത്രി ഇത് പറഞ്ഞപ്പോൾ ധിക്കാരമല്ലേ? സ്വാഭാവികമായിട്ടും ഹൈക്കോടതി ആ വിഷയത്തിൽ ഇടപെട്ടു. അപ്പം നിങ്ങൾക്കിത് പുല്ലുവിലയാണ് ഈ കാര്യത്തിൽ. കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലാൻ തീരുമാനിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് 1000 വട്ടം നമുക്ക് ആവർത്തിച്ചു പറയാൻ കഴിയും. പവി നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ IT മേഖല, പാവങ്ങൾ വൈകുന്നേരം വരെ ജോലി ചെയ്യുന്നവരാണ്. ആ ജോലി ചെയ്യുന്നവർ മദ്യം കുടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് AC കണ്ടെയ്നറിൽ കൊണ്ടുവന്ന് അവർക്ക് മദ്യം വിതരണം ചെയ്യാൻ തീരുമാനിച്ചു. എല്ലാ IT കേന്ദ്രങ്ങളിലും ഇന്ന് ബീവറേജസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുകൾ സ്ഥിതി ചെയ്യുന്നു. കോവിഡിൻ്റെ കാലത്ത് നിങ്ങൾ ഓർമ്മിക്കണം, ഓൺലൈനായി മദ്യം വീട്ടിലെത്തിക്കാൻ വേണ്ടി തീരുമാനിച്ച ഒരു സർക്കാരാണ് ഇപ്പം മദ്യനയത്തിനെതിരെ സംസാരിക്കുന്നത്. കോവിഡിൻ്റെ കാലത്തിൽ വെർച്വൽ ക്യൂ എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങളെ വീട്ടിലേക്ക് മദ്യം കൊണ്ടുതരാം എന്ന് പറഞ്ഞവരുടെ പേരാണ് LDF എന്ന് പറയുന്നത്. ഇവർക്ക് എന്ത് ധാർമ്മികതയാണ് കേരളത്തിലെ മദ്യവിരുദ്ധ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്? കേരളത്തിൽ ഘട്ടം ഘട്ടമായി മദ്യം നിരോധിക്കണം എന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ആഗ്രഹത്തെ സമ്പൂർണ്ണമായി അട്ടിമറിച്ചവരാണിവർ. വിദേശ നിർമ്മിത വിദേശ മദ്യം കേരളത്തിൽ കൊണ്ടുവന്നൊഴുക്കാൻ 19ഓളം വരുന്ന കമ്പനികൾക്ക് സർവാധികാരവും നൽകി അവരുടെ വിദേശ മദ്യം കേരളത്തിൽ ഒഴുക്കിവിടാൻ സർവ്വ പിന്തുണയും നൽകി ഈ വിദേശ കമ്പനികളെ കേരളത്തിൻ്റെ മണ്ണിലേക്ക് ക്ഷണിച്ചവൻ്റെ പേരാണ് LDF എന്ന് പറയുന്നത്. അന്നൊന്നും സമരം ചെയ്യാത്ത UDF ഇപ്പോൾ ഈ മദ്യനയം അന്ന് സമരം ചെയ്തിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇത്രയും വലിയൊരു കോലാഹലം LDFൻ്റെ ഭാഗത്തു നിന്ന് അവർക്കുണ്ടാക്കാൻ പറ്റുമായിരുന്നു. അതായത് LDFൻ്റെ കാലഘട്ടത്തിലും UDF സമരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ തുലം കുറവായിരുന്നു. കാരണം മദ്യത്തെ പിടിച്ചു കെട്ടാൻ സാധിക്കില്ല
മദ്യ മുതലാളിമാർക്കെതിരെ സമരം നടത്തുക പ്രായോഗികമല്ല എന്നൊരു ചിന്ത സത്യത്തിൽ UDFിൻ്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന അഭിപ്രായമാണ് എന്നെ സംബന്ധിച്ചിട്ടുമുള്ളത്. പക്ഷേ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, കേരളത്തിലെ ഒട്ടുമിക്ക രാഷ്ട്രീയ നേതാക്കന്മാരുമായി വലിയ ആത്മബന്ധം പുലർത്തുന്നവരാണ് ഇവിടുത്തെ മദ്യ മാഫിയ സംഘങ്ങൾ എല്ലാവരും. ഇവിടുത്തെ എല്ലാ ബാർ മുതലാളിമാർക്കും എല്ലാവരുമായിട്ട് നമ്മൾ പണ്ട് ലേലം സിനിമ മുതൽ ഇങ്ങോട്ട് കാണുന്ന സിനിമകളിലെ കഥാപാത്രങ്ങൾ പോലെ കേരളത്തിലെ എല്ലാ ഭരണകൂടങ്ങളുമായും വലിയ ആത്മബന്ധം സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഈ മദ്യ കച്ചവടത്തിൻ്റെ ലോബികൾ എന്ന് പറയുന്നത്. അവരെല്ലാ കാലത്തും എല്ലാവരെയും സ്വാധീനിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വളരെ ഭീകരമായി സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമാണ് 12 തവണ ഒരേ കമ്പനിക്ക്, ഇതേ ബക്കാഡി കമ്പനിക്ക് വേണ്ടിയിട്ടാണ്. ബക്കാഡിയും അതുപോലെ തന്നെ മറ്റ് കമ്പനികൾ, അത് നോട്ടിഫൈ ചെയ്തിരിക്കുന്ന മറ്റ് 19ഓളം കമ്പനികൾ, ഈ കമ്പനികളുടെ ഫയലുകൾ 12 തവണ വരുന്നു. ഓരോ തവണയും അത് റിജക്റ്റ് ചെയ്യല്ല ചെയ്യുന്നത്. അതിന് പകരം ഓരോ കുറിപ്പുകൾ കൊടുത്ത് വിട്ട് അവസാനം എല്ലാം ക്ലിയറായി. അതായത് നമ്മൾ ഓർമ്മിക്കേണ്ടത് ഏപ്രിൽ മാസത്തെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതിന് 3 മാസം മുമ്പാണ് എല്ലാം ക്ലിയർ ചെയ്യുന്നത്. പിന്നീട് തെരഞ്ഞെടുപ്പായി, നോട്ടിഫിക്കേഷനായി, തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. പെട്ടെന്ന് കേരളത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള മദ്യവ്യാപനത്തിന് വേണ്ടിയിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരുക്കം കൂട്ടി എന്ന് പറഞ്ഞാൽ ഭീകരമായ തോൽവി നേരിടേണ്ടി വരും എന്ന ഭയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരത് ചെയ്യാതിരുന്നത്. പക്ഷേ ആ ഭയം യാഥാർത്ഥ്യമായി മാറുകയും ചെയ്തു. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്തു വച്ചിരിക്കുന്ന ദുരന്തങ്ങളാണ് മദ്യ വിതരണ മേഖലയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞൊരു കണക്കുണ്ട്. 147ഓളം പ്രോഡക്റ്റുകൾ ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കറിലും അത്രത്തോളം പ്രോഡക്റ്റുകൾ ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്കറിൻ്റെ കാര്യത്തിൽ കേരളത്തിലുണ്ട്. 60% ഈ മദ്യത്തിൻ്റെ എന്താണ് പറയുന്നത്, ആൽക്കഹോൾ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം കണ്ടൻറ്റുകളുള്ള മദ്യത്തിൻ്റെ ലഭ്യത കുറയ്ക്കുകയും അതിന് പകരമായി 0.5% മുതൽ 20% വരെ മാത്രം ആൽക്കഹോൾ കണ്ടൻ്റുള്ള വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ ലഭ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ സമീപനത്തിലേക്ക് UDFന് പോകാൻ സാധിക്കും. ഏതായാലും UDF ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ മദ്യത്തിൻ്റെ ഇപ്പോൾ പ്രധാനപ്പെട്ട അറിവുള്ളവർ എന്ന് പറയുന്ന ഒട്ടനവധി MN കാരശ്ശേരിയെ പോലുള്ള ആളുകളൊക്കെ പറയുന്നത് ഈ വീര്യം കുറഞ്ഞ മദ്യം എന്ന് പറയുന്നത് വീര്യം കൂടിയ മദ്യത്തിലേക്കുള്ള ഒരു ക്ഷണക്കത്തായിട്ടാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ UDF പറയുന്നത് നേരെ മറിച്ചാണ്. അതിൻ്റെ വ്യാപനം കുറയ്ക്കുന്നതിനും ക്രമേണ ഇത് കുറച്ചു കൊണ്ടുവരുന്നതിനും വീര്യം കുറഞ്ഞ മദ്യം നൽകുന്നു എന്നുള്ളതാണ്. ഇതൊരു ശാസ്ത്രീയമായി പരിശോധിച്ചാൽ വീര്യം കുറഞ്ഞതാണെങ്കിൽ അത് കൂടി ഉപയോഗിക്കാനല്ലേ താല്പര്യപ്പെടുന്നത്. അപ്പോൾ ഇതൊരു അപകടം തന്നെയല്ലേ ഇത്? അല്ല, അത്തരം സയൻറ്റിഫിക്കലായിട്ടുള്ള ചോദ്യത്തിന് എനിക്ക് മറുപടി പറയാൻ കുറച്ച് പ്രയാസമാണ്. പക്ഷെ ഒരു കാര്യം നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. വീര്യം കൂടിയ മദ്യത്തിൻ്റെ ലഭ്യത ഘട്ടം ഘട്ടമായി കുറച്ചു കൊണ്ടുവരികയും വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ ലഭ്യത കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു കാലം കേരളത്തിൽ അനിവാര്യമാണ്. നമ്മൾ സമ്പൂർണ്ണ മദ്യനിരോധനത്തിലേക്ക് പോകുന്ന വഴിയിലും അത് അത്യാവശ്യമാണ്. പക്ഷേ ഇവിടെ സംഭവിച്ചു പോയത്, നമ്മൾ ബജറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നികുതി നിർദ്ദേശം എന്നുള്ള രീതിയിൽ അത് കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് മുൻപ് ഇത് നയപരമായിട്ടുള്ളൊരു വിഷയമാണ്. ആ വിഷയം കേരളത്തിലെ UDFൻ്റെ മുമ്പിലോ പ്രധാനപ്പെട്ട നേതൃത്വത്തിൻ്റെ മുമ്പിലോ ചർച്ച ചെയ്തില്ല എന്നുള്ളത് മാത്രമാണ്. അത് ചർച്ച ചെയ്യാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഭരണകൂടവും തീരുമാനിച്ചിരിക്കുന്നു. ആ ചർച്ച ചെയ്യപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ VM സുധീരൻ എല്ലാ കാലത്തും മദ്യത്തിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം ഭാരവാഹികളെ വെക്കുന്ന കാര്യത്തിൽ പോലും ആ മദ്യം ഉപയോഗിക്കുന്നവരാണോ അല്ലാത്തവരാണോ എന്ന ചോദ്യം അവിടെയാണ് അഭിപ്രായം വരുന്നത്. അതായത് പ്രധാനമായും VM സുധീരൻ എന്നൊരു നേതാവോ അല്ലെങ്കിൽ വ്യക്തിയോ അല്ല, UDFൻ്റെ ഒരു കെട്ടുറപ്പുൾ ഇല്ലായ്മയാണത് സൂചിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നു. കാരണം മുഖ്യമന്ത്രിയാണെങ്കിൽ ഒറ്റയ്ക്കൊരു തീരുമാനമെടുക്കുന്നു. ഇത് മദ്യനയത്തിന് ശരിക്കും മുഖ്യമന്ത്രിക്കല്ല ഒരു നയത്തിൽ ഒരു തീരുമാനമുണ്ടാകേണ്ടത്, അത് മുന്നണിക്കും ആ പാർട്ടിക്കുമാണ്. അതില്ലാത്തത് കൊണ്ടാണ് ഈ പറയുന്ന മറ്റു നേതാക്കളും മറ്റു പാർട്ടികളും ഇതിൽ അഭിപ്രായം പറയുന്നത്. അപ്പോൾ ശരിക്കും VD സതീശൻ്റെ ഒരു എടുത്തുചാട്ടം എന്ന് തന്നെ പറയേണ്ടതല്ലേ? അല്ല, അങ്ങനെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു നികുതി നിർദ്ദേശമാണ്. നികുതി നിർദ്ദേശം എന്ന് പറയുന്നത് ധനകാര്യ വകുപ്പ് ബജറ്റിന് മുന്നോടിയായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായും ബന്ധപ്പെട്ട വകുപ്പുകളുമായും ചർച്ച നടത്തി തീരുമാനിക്കുന്ന ഒരു ഹ്രസ്വകാല പ്രൊജക്റ്റാണ്.
അതിൽ ഒരു നികുതി നിർദ്ദേശം വന്നു എന്നുള്ളത് കൊണ്ട് അതിൻ്റെ അർത്ഥം വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ സുലഭമാക്കും എന്നല്ല. അത് സുലഭമാക്കും എന്ന് പറയുന്നത് മദ്യനയമാണ്. ആ മദ്യനയത്തിന് ലീഡർഷിപ്പ് കൊടുക്കേണ്ടത് കേരളത്തിലെ എക്സൈസ് വകുപ്പ് മന്ത്രിയാണ്. ശ്രീ എം ലിജുവിനെ കുറിച്ചിട്ട് കേരളത്തിലെ പൊതുസമൂഹത്തിന് വളരെ ക്ലാരിറ്റിയുള്ള ഒരു ഫേസാണ്. കാരണം ശ്രീ വി എം സുധീരനേക്കാളും ഒരു പടി കൂടി ആദർശ കേരളത്തിൻ്റെ ആൾരൂപമായി പുതിയ കാലഘട്ടത്തിൽ മാറാൻ കഴിയുന്ന ഒരു ചെറുപ്പക്കാരനാണ് ലിജു എന്ന് വ്യക്തിപരമായി അദ്ദേഹത്തെ ദീർഘകാലമായിട്ട് അറിയുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഒരു രീതിയിലുള്ള റിസ്കിനും ഒരു രീതിയിലുള്ള എടുത്തുചാട്ടത്തിനും ഒരു രീതിയിലുള്ള ഒരു സംഘത്തിൻ്റെയും ഇൻഫ്ലുവൻസിനും വിധേയമാകില്ല എന്ന് നമുക്ക് ഉറച്ച് 100-100 മാർക്ക് കൊടുക്കാൻ കഴിയുന്ന കേരളത്തിലെ എക്സൈസ് വകുപ്പ് മന്ത്രിമാരുടെ ചരിത്രത്തിലെ ഏറ്റവും മിടുക്കനായിട്ടുള്ള മന്ത്രിയായിരിക്കും എം ലിജു. അതിൽ ഒരു തർക്കവും വേണ്ട. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു UDF സംസാരിച്ചിട്ട് മാത്രമേ ഈ വിഷയം തീരുമാനിക്കുകയുള്ളൂ എന്ന്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അത് നിയമസഭയിൽ വ്യക്തമാക്കിയിരിക്കുന്നു. പിന്നെ വി എം സുധീരനെ സംബന്ധിച്ച് ഇത്തരം വിഷയങ്ങളിൽ അദ്ദേഹം എല്ലാ കാലത്തും നിലപാട് പറയാറുണ്ട്. പക്ഷെ ഒരു ഗവൺമെൻറ് വെറും 30 ദിവസം പൂർത്തിയായി നിൽക്കുന്ന ഒരു സമയത്ത് അദ്ദേഹം പരസ്യവേദിയിൽ അഭിപ്രായ പ്രകടനം നടത്തിയത് തെറ്റാണോ ശരിയാണോ എന്നുള്ളതിനെക്കുറിച്ചിട്ടൊക്കെയാണ് ചർച്ച നടക്കുന്നത്. അപ്പോൾ പല ആളുകളും പറയുന്നു അങ്ങനെ പൂച്ചക്ക് മണി കെട്ടാൻ ആരെങ്കിലും ഒരാൾ എല്ലാ കാലത്തും ഈ പാർട്ടിയിൽ ഉണ്ടാകണം എന്ന അഭിപ്രായമുള്ളവരുണ്ട്. അതല്ല, പൊതുവേദിയിൽ പറയുന്നതിന് പകരം പാർട്ടി ഫോറങ്ങളിലും UDF ഫോറങ്ങളിലും അദ്ദേഹം അഭിപ്രായം രേഖപ്പെടുത്തേണ്ടതായിരുന്നു. ഈ ശൈശവദശയിൽ തന്നെ ഇങ്ങനെ ഒരു വിമർശനം അദ്ദേഹം നടത്താൻ പാടില്ലായിരുന്നു എന്ന അഭിപ്രായം രേഖപ്പെടുത്തുന്നവരുണ്ട്. മുഖ്യമന്ത്രി ഇത് നേരത്തെ തന്നെ UDF ചർച്ച ചെയ്യേണ്ട വിഷയമായിരുന്നു എന്ന അഭിപ്രായം രേഖപ്പെടുത്തുന്നവരുണ്ട്. അതല്ല, ഒരു ബജറ്റ് നിർദ്ദേശം എന്നുള്ള രീതിയിൽ കൊണ്ടുവരികയും പിന്നീട് UDF ചർച്ച ചെയ്താൽ മതിയല്ലോ എന്ന അഭിപ്രായം രേഖപ്പെടുത്തുന്നവരുമെല്ലാം ഉണ്ട്. ഏതായാലും കേരളത്തിൽ ഒരിക്കൽ കൂടി ഒരു ഭരണകൂടത്തിൻ്റെ ശ്രദ്ധേയമായ വിഷയമായി ഈ മദ്യം വീണ്ടും ഒഴുകി വരികയാണ്. ഈ മദ്യത്തിൽ മുങ്ങാതിരിക്കാനുള്ള ഈ മദ്യത്തിൽ നിന്ന് ലഹരിമോചനം നേടാനുള്ള ബാധ്യത കേരളത്തിലെ സർക്കാരിനുമുണ്ട്, UDF പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെ പോലുള്ള പാർട്ടികളൊക്കെ ഇതിനകത്ത് കൃത്യമായ അഭിപ്രായം രേഖപ്പെടുത്തി. UDF സംബന്ധിച്ചിടത്തോളം എപ്പോഴും മദ്യം അപകടകരമായ ഒരു വിഷയം തന്നെയാണ്. അതെ, കാരണം LDF സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ ലഹരി, അവരുടെ ഏറ്റവും വലിയ സോഴ്സ്, അവർക്ക് ഏറ്റവും കൂടുതൽ ബന്ധമുള്ളവർ, അതുപോലെ തന്നെ തൊഴിലാളി സംഘടനകൾ വഴി തന്നെ ഏറ്റവും കൂടുതൽ കാലങ്ങളായി ബന്ധം സൂക്ഷിച്ചിട്ടുള്ളത് കേരളത്തിലെ ടോഡി വർക്കേഴ്സ്, കേരളത്തിലെ ചാരായം തൊഴിലാളികൾ മുതൽ അന്ന് മുതൽ ഇന്നു വരെ കേരളത്തിലെ മദ്യ മുതലാളികളുമായിട്ട് കേരളത്തിലെ CPM വലിയ ആത്മബന്ധമാണ്. അപ്പോൾ അവർക്ക് ആ സോഴ്സ് അറിയാം. അപ്പോൾ അതുകൊണ്ട് അവിടെ തൊട്ടാൽ അപ്പോൾ CPM പൊള്ളും. അതുകൊണ്ട് അവരെല്ലാ കാലത്തും ഉയർത്തിക്കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന വിഷയം മദ്യമാണ്. അതുകൊണ്ട് ഒരു സ്റ്റുഡിയോയിലിരുന്ന് നമ്മളെപ്പോലുള്ള പോഡ്കാസ്റ്റേഴ്സിന് സർക്കാരിനോട് പറയാനുള്ളത് ഈ വിഷയം തൊടാതിരിക്കുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യം എന്നുള്ളതാണ്.